recording. Page number 29. The petrol that keeps your car running as well as the oil that keeps our cycle from squeaking. Both began as a thick black liquid called petroleum. It is found between the layers of rocks and is built from oil fields located in offshore and coastal areas. This is then sent to refineries which process the crude oil and produce a variety of products like diesel, petrol, kerosene, wax, plastic, and lubricants. Petroleum and its derivatives are called black gold as they are very valuable. The chief petroleum producing countries are Iran, Iraq, Saudi Arabia, and Qatar. The other major producers are USA, Russia, Peninsula, and Algeria. The leading producers in India are Digboi in Assam, Bombay High in Mumbai, and the deltas of Krishna and Godavari River. We know about petroleum, right? Yes, petroleum. What is the use of petroleum? Used in a car or vehicle, other vehicles. അല്ലേ വാഹനങ്ങൾ ഓടണമെങ്കിൽ എന്ത് വേണം? പെട്രോളിന് പകരം മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയോ? എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ? We use kerosene in the vehicle. What will happen? എന്ത് സംഭവിക്കും? കത്തിപ്പോവില്ലേ? Yes, katipu. So the petrol that keeps our car running as well as oil that keeps your cycle from squeaking both began as a thick black liquid called petroleum. നമുക്കറിയാം പെട്രോളിയം ഒരു വാഹനങ്ങൾ ഓടിക്കണമെങ്കിൽ വാഹനത്തിൽ തീർച്ചയായും ഇന്ധനം വേണം. നമുക്കറിയാം we cannot live without food. അല്ലേ? നമുക്ക് എന്ത് വേണം? we want food day by day. Every day we want food. അല്ലേ? We cannot live without food. Just like that, a vehicle needs petroleum as a fuel. അല്ലേ? നമുക്ക് ഭക്ഷണം വേണം, അതുപോലെ വണ്ടി പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ എഞ്ചിൻ പ്രവർത്തിക്കണമെങ്കിൽ ഫുഡ് വേണം, അതുപോലെ വാഹനങ്ങളുടെ എഞ്ചിൻ പ്രവർത്തിക്കണമെങ്കിൽ പെട്രോളിയം വേണം. അല്ലെ? യെസ്, നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റ് പെട്രോൾ ആയി കിട്ടുവാണോ ചെയ്യാം? ഗോൾഡ്, മിനറൽസ് എക്സെട്രാ വർ എക്സ്കവേറ്റഡ്. ഓൾറെഡി ലേൺഡ് ദാറ്റ്. ദെൻ ഞാൻ പറഞ്ഞു ഡയറക്റ്റ് അല്ല നമുക്കത് കിട്ടുക. അല്ലെങ്കിൽ സ്വർണം എന്ന് പറഞ്ഞ സാധനം നല്ല മാലയുടെ രൂപത്തിലോ അല്ലെങ്കിൽ വളയുടെ രൂപത്തിലൊന്നും ഡയറക്റ്റ് ആയി നമുക്ക് കിട്ടില്ല. അല്ലെ? അതിന് ഡിഫറെന്റ് പ്രോസസ്സ്, ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് അതെന്തായി എടുക്കുക? നമുക്ക് ഗോൾഡിന്റെ രൂപത്തിൽ കിട്ടുക. അല്ലെ? ഇപ്പൊ കുഴിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഡയറക്റ്റ് ഫുൾ ഗോൾഡ് തന്നെ കിട്ടണമെന്നില്ല. അതിന്റെ ഓരോ ഭാഗം വേർതിരിച്ച് അതിന്റെ പല പല പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഫൈൻ ഗോൾഡ് കണ്ടെത്താൻ പറ്റുക. ജസ്റ്റ് ലൈക്ക് ദാറ്റ് പെട്രോളിയം ഈസ് ഓൾസോ. അല്ലെ? ഡയറക്റ്റ് നമുക്ക് പെട്രോളിയം ആയിട്ട് കിട്ടില്ല. അതെന്ത് ചെയ്യണം? അതിന് ഓയിൽ റിഫൈനറീസിലേക്ക്, കുഴിച്ചെടുത്ത പെട്രോള് ഓയിൽ റിഫൈനറീസിലേക്ക് കൊണ്ടുപോയി അവിടെ അതിനെ വേർതിരിച്ചെടുത്ത് മണ്ണെണ്ണ അല്ലെങ്കിൽ പെട്രോൾ അങ്ങനെ വേർതിരിച്ചെടുക്കേണ്ട കാര്യമുണ്ട്. അല്ലെ? അപ്പൊ ഇങ്ങനെ വേർതിരിച്ചെടുത്ത പെട്രോളാണ്, ഫ്യൂൽ പെട്രോളാണ് നമ്മൾ വാഹനങ്ങളിൽ ഒഴിക്കുക. അല്ലെ? യെസ്. ദെൻ ഈ പെട്രോളിനെ നമ്മളൊക്കെ This is then sent to refineries which process the crude oil and produce a variety of products like diesel, petrol, kerosene, wax, plastics, and lubricants. Petroleum and its derivatives are called black oil. Black gold. എന്താ പറയുന്നേ? Crude oil and produce a variety of products. നമുക്കറിയാം പെട്രോളിയം പോലെ തന്നെ ഡീസൽ ഉണ്ട്, പിന്നെ അതുപോലെ കെറോസിൻ ഉണ്ട്, വാക്സ് ഉണ്ട്, പ്ലാസ്റ്റിക്സ് ഉണ്ട്. അല്ലെ? ഇങ്ങനെ പെട്രോളിയവും അതിന്റെ എല്ലാ ഡെറിവേറ്റ്സിനെയും കൂടി നമ്മൾ ഒരു പേര് പറയും. എന്താണ്? ബ്ലാക്ക് ഗോൾഡ്. ബ്ലാക്ക് ഗോൾഡ്. എന്താ ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയാൻ കാരണം? കറുത്ത സ്വർണം എന്ന് പെട്രോളിനെയും അതുപോലെ മണ്ണെണ്ണേനെയും ഡീസലിനെയും ഒക്കെ പറയാനുള്ള കാരണം എന്താ? ഇറ്റ് ഈസ് വാല്യൂബിൾ. അല്ലെ? കെറോസിൻ, പെട്രോൾ, ഡീസൽ, then plastics, wax, these are valuable in the society. So these are known as black gold. അതുകൊണ്ടാണ് ഇതിന് എന്തറിയപ്പെടുന്നത്?
ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം പെപ്പറിനെ നമ്മൾ എന്താ അറിയപ്പെടുക, കറുത്ത പൊന്ന് എന്നല്ലേ. എന്തുകൊണ്ടാ അത്? ഇസ് വാല്യൂബിൾ അല്ലെ, നല്ല വിലയുള്ള സാധനമാണ് എന്ത്, കുരുമുളക്. നമുക്കത് കുരുമുളകിനെ നമ്മൾ എന്ത് കറുത്ത സ്വർണ്ണം എന്ന് പറയാറുണ്ട്. അതുപോലെ ഇതും വാല്യൂബിൾ ആയ these products are very valuable in the society, so we called these products are black gold. Then the chief petroleum producing countries are Iran, Iraq, Saudi Arabia and Qatar. പെട്രോൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന കൺട്രീസ് ഏതൊക്കെയാ? Which are the petroleum countries in the world? Main petroleum countries are Saudi Arabia, Qatar, Iran and Iraq. There are 4 major countries producing petroleum in our world. 4 major countries are Iran, Iraq, Saudi Arabia and Qatar. The other major producers, main ആയി 4 എണ്ണം ഉണ്ടല്ലേ, അത് കൂടാതെ other major producing countries are USA, Russia, Venezuela and Algeria. We discussed about 4 major producing countries. Petroleum producing countries are Iran, Iraq, Saudi Arabia and Qatar. Then other petroleum producing countries are USA, Russia, Venezuela and Algeria. അതിലാണ് 4 എണ്ണം കൂടി ഉണ്ടല്ലേ. Yes. The leading producers in India are Big Boy in Assam. Leading producing in India. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഏതാ? ബിഗ് ബോയ്. ആസാമിലെ ബിഗ് ബോയിലാണ് ഏറ്റവും കൂടുതൽ പെട്രോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ബോംബെ ഹൈ ഇൻ മുംബൈയിലെ ബോംബെ ഹൈ. പിന്നെ ഡെൽറ്റാസ് ഓഫ് കൃഷ്ണ ആൻഡ് ഗോദാവരി റിവേഴ്സ്. കൃഷ്ണ ഗോദാവരി ഡെൽറ്റാസിൽ. അപ്പം പെട്രോൾ മെയിനായി ഉൽപ്പാദിപ്പിക്കുന്നത് ഇറാൻ, ഇറാഖ്, Saudi Arabia and Qatar. Other producing producers are Venezuela, Algeria, USA and Russia. In India, leading producers are mainly Assam, Big Boy in Assam, then Bombay High in Mumbai, then deltas of Krishna and Kaveri rivers. ഈ ഇന്ത്യയിൽ മെയിനായി ഇവിടെയാണ് പെട്രോൾ കാണപ്പെടുന്നത്. ഓക്കെ, എന്താ മോളെ ശ്രേയ? മിസ്, ഈ പെട്രോളും ഡീസലൊക്കെ ഒരുമിച്ചാണ് എടുക്കുക? അത് കുഴിച്ചെടുക്കുമ്പോൾ ഓരോ ഏരിയാസിൽ പെട്രോൾ ഉള്ള സ്ഥലം, അതുപോലെ എന്താ കെറോസിൻ കിട്ടുന്നൊക്കെ ഉണ്ട്. ഇത് വേർതിരിച്ചെടുക്കണം. അതായത് പെട്രോൾ വേറെ, ഡീസൽ വേറെ, കെറോസിൻ വേറെ എന്നുള്ളത്. ഡയറക്റ്റ് നമുക്ക് ഇത് എടുത്ത് ഉടൻ തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഇപ്പൊ നമ്മളൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കാം. എന്താന്ന് വെച്ചാൽ നമ്മൾ മണലില്ലേ, തേക്കാനൊക്കെ ഉപയോഗിക്കുന്ന മണല് പൂഴി പിന്നെ കിട്ടിക്കഴിഞ്ഞാല് അതിൽ പ്യുവർ പൂഴി ആയിരിക്കും. അത് തേക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യാ? വീട് തേക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? അത് അരിക്കും അല്ലെ? അരിച്ചതിലുണ്ടാവും കക്കയുടെ തോടുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് വേറെ വേറെ കല്ലുകൾ ഉണ്ടാവാം. ഇതൊക്കെ മാറ്റും. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെയാണ് എന്ത് പെട്രോളും കുഴിച്ചെടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതില് മറ്റുള്ള മിനറൽസ് ഉണ്ടാവാം. അത് വേർതിരിച്ചെടുത്ത് പ്യുവർ പെട്രോൾ ആക്കിയതിനു ശേഷം മാത്രമേ. പെട്രോൾ ഇപ്പൊ മണ്ണെണ്ണ അടങ്ങിയിട്ടുണ്ടെങ്കിൽ വണ്ടി യൂസ് ചെയ്ത് എന്താ സംഭവിക്കാം? അത് കത്തിപ്പോവും അല്ലെ? അപ്പൊ അത് എന്താ പറയാ, പ്യുവറായി നീക്കം ചെയ്ത് പ്യുവർ പെട്രോൾ ആക്കിയാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. Next one, natural gas. ഇത്രയും കാര്യം മറന്നുകൂടാ. മേജർ പെട്രോളിയം പ്രൊഡ്യൂസേഴ്സ് ആർ ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ ആൻഡ് ഖത്തർ. Then other producers are Algeria, Venezuela, Russia and USA. Leading companies in India are, leading producers in India are Assam, Big Boy in Assam, Krishna and Kaveri Delta. Then Bombay High in Mumbai. Next one, natural gas. Natural gas is found with the petroleum deposits and is released when crude oil is brought to the surface.
It can be used as a domestic and industrial fuel. Russia, Norway, UK and the Netherlands are the major producers of natural gas. But natural gas found with petroleum deposits. Natural gas എവിടെയാണ് കാണപ്പെടുക? Petroleum fuels, petroleum deposits കൂടെയാണ് natural gas കാണപ്പെടുക. And is released when crude oil is brought to the surface. ഇത് എപ്പോഴാ റിലീസ് ചെയ്യാ? ഈ നാച്ചുറൽ ഗ്യാസിനെ എപ്പോഴാ റിലീസ് ചെയ്യാ? ഇത് ക്രൂഡ് ഓയിലിനെ അത് മാറ്റിയെടുക്കുന്നില്ല. നമ്മൾ പറഞ്ഞ ക്രൂഡ് ഓയിൽ ആണ്. ക്രൂഡ് ഓയിലിനെ വേർതിരിച്ചിട്ട് എന്ത് ചെയ്യാ? പെട്രോളിയം എടുക്കാം അല്ലെ? എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുമ്പോൾ അത് ക്രൂഡ് ഓയിൽ ആണ്. ആ ക്രൂഡ് ഓയിലിൽ നിന്നാണ് എന്ത് വേർതിരിച്ചെടുക്കേണ്ടത്? പെട്രോളിയം. അതുപോലെ ഓരോന്നും വേർതിരിച്ചെടുക്കാം. ഈ ക്രൂഡ് ഓയിലിനെ നീക്കം ചെയ്യുന്ന സമയത്ത് ഇത് മാറ്റും. അതായത് നാച്ചുറൽ ഗ്യാസ് വേറെ, പെട്രോളിയം വേറെയായി മാറ്റും. It can be used as a domestic and industrial fuel. Petroleum അല്ലെങ്കിൽ natural gas used as a domestic and industrial fuel. Russia, Norway, UK and Netherlands are the major producers of natural gas. Natural gas produce ചെയ്യുന്ന country ഏതൊക്കെയാ? Which are the major producing countries of natural gas? Netherlands, Norway, UK and Russia. Russia, UK, Netherlands and Norway. These are the major producers of natural gas in the world. Underline ചെയ്യണേ, മറന്നു പോകല്ലേ. Major natural gas producers are Norway, UK, Netherlands and Russia. Then in India, Jaisalmer, Krishna Godavari Delta, Tripura and some areas of shore in Mumbai have natural gas resources. Very few countries in the world have sufficient natural gas reserves for their own. In India, Indiaile Jaisalmer, Krishna Godavari Delta, അതുപോലെ Tripura. These are the some areas of shore in Mumbai have natural gas resources. ഇന്ത്യയിലെ നാച്ചുറൽ ഗ്യാസ് കാണപ്പെടും. നമ്മൾ പറഞ്ഞു മൊത്തത്തിലെ മേജർ നാച്ചുറൽ ഗ്യാസ് പ്രൊഡ്യൂസേഴ്സ് ആർ റഷ്യ, നോർവേ, UK ആൻഡ് നെതർലാൻഡ്. ഇൻ ഇന്ത്യ, ജയ്സൽമർ, കൃഷ്ണ ഗോദാവരി ഡെൽറ്റ, ത്രിപുര. ഇന്ത്യയിലെ നാച്ചുറൽ ഗ്യാസ് പ്രൊഡ്യൂസേഴ്സ് ഏതൊക്കെയാ? ജയ്സൽമർ, കൃഷ്ണ ഗോദാവരി ഡെൽറ്റ, ത്രിപുര. Okay. Next, the sharp increase in our consumption of fossil fuels has led to the depletion at an alarming rate. The toxic pollutants released from burning these fuels are also a cause of concern. Unchecked burning of fossil fuel is like an unchecked dripping tap which will eventually run dry. This has led to the tapping of various non-conventional sources of energy that are cleaner alternatives to fossil fuels. ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയാൽ മക്കളെ പെട്ടെന്ന്. വായിച്ചു നോക്കി, എന്തെങ്കിലും മനസ്സിലായോ നോക്കിയാട്ടെ. ഓക്കെ, വായിച്ചോ? മനസ്സിലായോ എന്തെങ്കിലും? എന്താ ടോക്സിക് എന്ന് പറഞ്ഞാല്? ടോക്സിക് എന്ന് പറഞ്ഞാൽ എന്താ? ടോക്സിക് എന്ന് പറഞ്ഞാൽ വിഷം. ടോക്സിക് എന്ന് പറഞ്ഞാല് വിഷം. The sharp increase in our consumption of fossil fuels has led to the depletion at an alarming rate.
The toxic pollutants released from burning these fuels are also a cause for concern. നമുക്കറിയാം പ്ലാസ്റ്റിക്. ഇൻ ദി കേസ് ഓഫ് പ്ലാസ്റ്റിക്, നിങ്ങളുടെ വീടുകളിലൊക്കെ പ്ലാസ്റ്റിക് മുറ്റത്തിട്ട് കത്തിക്കാറുണ്ടോ? എന്താ കത്തിച്ചാൽ എന്താ സംഭവിക്കാം? പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുള്ള് നമ്മൾ കത്തിക്കും അല്ലെ? ഇപ്പൊ കത്തിച്ചാൽ എന്ത് ചെയ്യും? അടുത്ത വീട്ടുകാർ ഫ്രണ്ടിൽ നിന്നിട്ട് ക്യാമറയിൽ എടുക്കും ഫോട്ടോ. ഇതാ ശ്രേയയുടെ വീട്ടിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ട് എന്നൊരു പരാതി അങ്ങ് പോകും അല്ലെ? അല്ലേ? ഞാൻ പറഞ്ഞ സത്യല്ലേ? അല്ലേ മക്കളെ? യെസ്. പണ്ട് നമ്മൾ എന്ത് ചെയ്യാ, പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ കത്തിക്കാറുണ്ട്. പക്ഷെ ഇന്ന് വളരെയധികം പണിഷ്മെന്റ് ഉള്ള ഒരു പരിപാടിയാണ് എന്ത്? പ്ലാസ്റ്റിക് കത്തിക്കുക. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും നമുക്ക് ദ്രോഹം, ഏറ്റവും നമ്മളെ പൊല്യൂട്ട് ചെയ്യുന്ന, നമ്മുടെ എൻവയോൺമെന്റിനെ പൊല്യൂഷൻ ചെയ്യുന്ന ഏറ്റവും വലിയ സാധനമാണ് ഇത് പ്ലാസ്റ്റിക് അല്ലേ? അവോയ്ഡ് പ്ലാസ്റ്റിക്. then we go to outside to buy some vegetables or other things. എന്ത് ചെയ്യണം? we can carry a cloth bag with you. നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ബാഗ് കൊണ്ടുപോകണം, തുണിസഞ്ചി കൊണ്ടുപോകണം അല്ലേ? don't use plastic. yes. then അതുപോലെ നമുക്കറിയാം ഇതൊക്കെ ടോക്സിക് പൊല്യൂട്ടൻസ് റിലീസ്ഡ് ഫ്രം ബേണിംഗ് ദീസ് ഫ്യൂൽസ്. ഈ ഫ്യൂൽസ് ഒക്കെ കത്തിക്കുമ്പോൾ, ഇങ്ങനെയുള്ള നാച്ചുറൽ ഗ്യാസും കാര്യങ്ങളൊക്കെ കത്തിക്കുമ്പോൾ അതിൽ വിഷമ സാധനങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അൺചെക്ഡ് ബേണിംഗ് ഓഫ് fossil fuel is like unchecked dripping tap which will eventually run dry. This has led to the tapping of various non-conventional sources of energy that are cleaner alternative to fossil fuels. നമുക്കറിയാം എന്താ നമ്മൾ പറഞ്ഞു, ഇപ്പൊ വാഹനങ്ങള് we use petroleum in the vehicles അല്ലെ? most of the vehicles used petroleum. then engine പണിയെടുത്തില്ല എങ്കിൽ നമുക്കറിയാം ചില വാഹനങ്ങൾ നമ്മൾ റോഡിലെ പോകും, വാഹനത്തിൽ നിന്ന് ഒരുപാട് പുക വരുന്നതാണ്. നല്ല ബ്ലാക്ക് ആയ പുക. എന്തുകൊണ്ടാണ് അത് വരുന്നത്? എല്ലാ വാഹനങ്ങളിൽ നിന്നുണ്ടോ? ഏകദേശം എഞ്ചിൻ പണിയെടുക്കാനായി കഴിഞ്ഞാല് വാഹനങ്ങളിൽ നിന്ന് കറുത്ത പുക വരാറുണ്ട് അല്ലെ? ചിലപ്പോ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് മുമ്പിലെ വാഹനങ്ങൾക്ക് നല്ല ബ്ലാക്ക് ഭയങ്കരമായ കട്ടിയുള്ള പുക പോകുന്നെങ്കിൽ അച്ഛൻ പറയും അത് എഞ്ചിൻ പണിയൊന്നും എടുക്കാറില്ലേ, ചോദിക്കാറില്ലേ? അപ്പൊ കറക്റ്റ് ടൈമിൽ എഞ്ചിൻ പണി എടുത്താലേ അല്ലെ? അതുപോലെ നമുക്ക് പുക പരിശോധനാ കേന്ദ്രം, വാഹന പുക പരിശോധനാ കേന്ദ്രം ഇല്ലേ? ഈ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക ഏറ്റവും പൊല്യൂട്ടഡ് ആണ്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ എൻവയോൺമെന്റൽ പൊല്യൂഷന് ഏറ്റവും കാരണമായ ഒന്നാണ് എന്ത്? സ്മോക്കിംഗ് ഫ്രം ദ വെഹിക്കിൾ, വാഹനങ്ങളിൽ നിന്നുള്ള പുക. പല അസുഖങ്ങൾക്ക് പ്ലാസ്റ്റിക്കിന്റെ യൂസ്, അതുപോലെ വാഹനങ്ങളിൽ നിന്ന് പുക, ഇതൊക്കെ പല അസുഖങ്ങൾക്ക് കാരണമാക്കുന്നു. അപ്പൊ നമ്മളെ അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല. പ്ലാസ്റ്റിക് കത്തിച്ചാൽ അതിൽ നിന്ന് വരുമ്പോ അതിൽ നിന്ന് എന്താ സംഭവിക്കുന്നത്? നമുക്ക് പല അസുഖങ്ങൾക്ക്, ശ്വാസം മുട്ട്, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നു. ഇപ്പൊ നന്നായി എല്ലാവർക്കും, അതായത് എല്ലാ സയന്റിസ്റ്റും തെളിയിച്ചൊരു കാര്യമാണ് പ്ലാസ്റ്റിക് നമുക്ക് പല അസുഖങ്ങൾക്കും കാരണമാക്കുന്നു അറിഞ്ഞുകൊണ്ടാണ് ഗവൺമെന്റ് വരെ പറയുന്നത് പ്ലാസ്റ്റിക്കിനെ അവോയ്ഡ് ചെയ്യാം. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെയാണ് എന്ത്? വാഹനങ്ങളിൽ നിന്ന് പുക അല്ലെ? സ്മോക്കിംഗ് ഫ്രം വെഹിക്കിൾ is also pollute our environment. ഇതിൽ നിന്നൊക്കെ വാതകങ്ങളാണ് പുറത്തു വരുന്നത് അല്ലെ? then next one, tidal power. Rainwater or river water stored in dams is made to fall from heights. The falling water flows through pipes inside the dam over turbine blades placed at the bottom of the dam. The moving blades then turn the generator to produce electricity. This is called hydroelectricity. The water discharged after the generation of electricity is used for irrigation. 1/4 of the world's electricity is produced by tidal power. The leading producers of tidal power in the world are Paraguay, Norway, Brazil, and China. Some important tidal power stations in India are Bakranangal, Gandhinagar, Nagarjuna Sagar, and Damodar Valley projects. നമുക്കറിയാം water shortage is the main problem in our society. Most of the countries facing water shortage in the world. In the month of March, April, May,
വി ആർ ഫേസിങ് വാട്ടർ ഷോർട്ടേജ് അല്ലെ? വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം മാർച്ച് ഏപ്രിൽ മെയ് മാസം നല്ല വെയിലുള്ള സമയത്ത് ഒരുപാട് എത്ര വെള്ളമുള്ള വീടുകളിലായാലും ചിലപ്പോൾ വെള്ളത്തിന്റെ അളവ് കുറയും, കിണറിലൊക്കെ വെള്ളത്തിന്റെ അളവ് കുറയും. വാട്ടർ ഷോർട്ടേജ് ഇസ് ദ മെയിൻ പ്രോബ്ലം വി ആർ ഫേസിങ് ഇൻ ദ കൺട്രി. റെയിൻ വാട്ടർ ഓർ റിവർ വാട്ടർ സ്റ്റോർഡ് ഇൻ ഡാംസ് അല്ലെ? നമുക്കറിയാം നദികളിൽ നിന്ന് വരുന്ന വെള്ളം, അതുപോലെ മഴവെള്ളമൊക്കെ ഡാമിൽ കളക്ട് ചെയ്യാറുണ്ട് ഇല്ലേ? നല്ല മഴ, നല്ല ഹെവി ഡ്യൂറിംഗ് ദി ടൈം ഓഫ് ഹെവി റെയിൻ വി ഹാവ് നോട്ടീസ്ഡ് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അനൗൺസ്മെന്റ് ഒക്കെ കേട്ടിട്ടുണ്ട്. എന്താ? ഇന്ന ഡാം തുറന്നു വിട്ടു അല്ലെ? അത് കേൾക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ആ ഡാമിൽ വെള്ളം കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ? ആ വെള്ളം അതിൽ ഇത്ര ഷട്ടർ അടച്ചു, ഇത്ര ഷട്ടർ അടച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? എന്താ? അത് ആ ഒരു പരിധിയിൽ കൂടുതൽ അതിൽ കളക്ട് ചെയ്താൽ ഡാം പൊട്ടിപ്പോകും അല്ലെ? അപ്പൊ അതിന് ആ ഓരോ ഡാമിനും കളക്ട് ചെയ്യാനുള്ള ഒരു എമൗണ്ട് ഉണ്ടാവും. ഇത്ര എമൗണ്ട് ഓഫ് വാട്ടർ മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിന്റെ ഓരോ ഷട്ടർ തുറന്നു വിടും. തുറന്നു വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഷട്ടർ ഡാം പൊട്ടിപ്പോകും അല്ലെ? ഒരു ഡാം പൊട്ടിപ്പോയ അതിന്റെ അടുത്തുള്ള അവസ്ഥ ഒന്ന് വിചാരിച്ചു നോക്കിയാട്ടെ, ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. യെസ്, then നമ്മൾ പറഞ്ഞതാണ് റെയിൻ വാട്ടർ ഓർ റിവർ വാട്ടർ സ്റ്റോർഡ് ഇൻ ഡാംസ് ഈസ് മെയ്ഡ് ടു ഫോൾ ഫ്രം ഹൈറ്റ്. അപ്പൊ നമുക്കറിയാം ഡാമിലേക്ക് വളരെ ഉയരത്തിൽ നിന്നാണ് വെള്ളം പതിക്കുക അല്ലെ? യെസ്, falling water flows through pipes inside the dam over turbine blades placed at the bottom of the dam. എങ്ങനെയാ നമ്മള് ഹൈഡൽ പവർ കണ്ടോ? നിങ്ങൾ ഹൈഡൽ പവറിന്റെ പിക്ചർ കണ്ടോ? ടർബൈൻ കറങ്ങുന്നത്, അതുപോലെ വാട്ടർ റിസർവോയർ, ദെൻ ജനറേറ്റർ കണ്ടോ? എങ്ങനെയാ നമ്മള് പിന്നെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക? എങ്ങനെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക? ഹൗ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി? യെസ്, വെയിറ്റ്. മീൻസ് വിത്ത് വാട്ടർ. വിത്ത് വാട്ടർ, അതായത് ഡാമിൽ വെള്ളം നിറച്ചിട്ടാണ് അല്ലെ? ഡാമിൽ വെള്ളം കളക്ട് ചെയ്ത് ഉയരത്തിൽ നിന്ന്, പൊക്കത്തിൽ നിന്നാണ് ഡാമിലേക്ക് വെള്ളം പതിക്കുക. അപ്പൊ ആ ശക്തിയിലാണ് എന്തുണ്ടാവുക? നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് അത് കറക്റ്റായി മനസ്സിലാവണം. നിങ്ങൾ എന്ത് ചെയ്യാൻ ഹൈഡൽ പവർ എന്ന് അടിച്ചു കൊടുക്കുക ഗൂഗിളിൽ പോയിട്ട്, അല്ല യൂട്യൂബിൽ പോയിട്ട്, അല്ലെങ്കിൽ ഹൗ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി എന്ന് അടിച്ചു കൊടുക്കുക. ഹൗ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് വ്യക്തമായിട്ട് അതിന്റെ വീഡിയോസ് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ മഴവെള്ളം കളക്ട് ചെയ്ത്, അല്ലെങ്കിൽ റിവേഴ്സിലെ വെള്ളം ഡാമുകളിൽ കളക്ട് ചെയ്യുന്നു. ആ ഡാമുകളിലേക്ക് വെള്ളം പതിക്കുന്നത് വളരെ ഉയരത്തിൽ നിന്നാണ് അല്ലെ? അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക. ഓക്കെ, യെസ്. ദെൻ ഇതിനെയാണ്, ഈ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ എന്ത് പറയാ? ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയാം. എന്താ പറയാ? ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാല് വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിയാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയാം. Yes. Then this water discharged after generation of electricity is used for irrigation. നമ്മള് ഈ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം വെള്ളം ഉണ്ടാവുമല്ലോ, വെള്ളത്തിൽ ഇലക്ട്രിസിറ്റി മാത്രമേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ആ വെള്ളം അതുപോലെ തന്നെ ബാക്കിയില്ലേ, അതെന്താ ചെയ്യാ? യൂസ്ഡ് ഫോർ ഇറിഗേഷൻ. അത് ഇറിഗേഷൻ, അതായത് കൃഷി നടത്താനുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. Then 1/4 of the world's electricity is produced by hydel power. The leading producers of hydel power in the world are Paraguay, Norway, Brazil and China. മൊത്തത്തിലുള്ള ഇലക്ട്രിസിറ്റിയിലെ ലോകത്തിൽ എത്രമാത്രം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അതിന്റെ 1/4 ഭാഗവും ഹൈഡൽ പവർ ആണ്. ഹൈഡൽ പവർ ഉപയോഗിച്ചാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അപ്പൊ മൊത്തത്തിലെ ടോട്ടൽ ഉള്ളതിന്റെ 1/4%, ടോട്ടൽ ഉള്ളതിന്റെ 1/4% എന്താ? ഹൈഡൽ ഇലക്ട്രിസിറ്റി ആണ്. എന്താ ഹൈഡൽ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാല്? ഹൈഡൽ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വായിച്ചു നോക്കിയാട്ടെ ഹൈഡൽ ഇലക്ട്രിസിറ്റി. ഹൈഡൽ ഇലക്ട്രിസിറ്റി
മനസ്സിലായി ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി അത് തന്നെയാണ് ഹൈഡൽ ഇലക്ട്രിസിറ്റി അല്ലെ. അതായത് നമ്മൾ ലോകത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ 1% നമ്മൾ വെള്ളത്തിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക. അതായത് ഹൈഡ്രോളിക് പവർ ഉപയോഗിച്ച്. മനസ്സിലായോ? ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഓർ ഹൈഡ്രോ ഇലക്ട്രിക് ഇലക്ട്രിസിറ്റി ഈസ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ഫ്രം ഹൈഡ്രോ പവർ. ഹൈഡ്രോ പവറിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ എന്ത് പറയാ? ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയാം. മനസ്സിലായോ? എന്താ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാല്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ഫ്രം ഹൈഡ്രോ പവർ. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ഫ്രം ഹൈഡ്രോ പവർ. ഹൈഡ്രോ പവറിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിനെ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയാം. അപ്പൊ മെയിൻ ആയ ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഹൈഡൽ പവർ ഉണ്ടാക്കുന്ന മെയിൻ ആയ കൺട്രീസ് ഏതൊക്കെയാണ്? പാരഗ്വേ, നോർവേ, ബ്രസീൽ, ചൈന. പാരഗ്വേ, Norway, Brazil, China. These are the main producers of hydel electricity. Some important hydel power stations in India are power stations ഒക്കെ hydroelectric power stations. കേട്ടതാണ് ബക്രാനങ്കൽ അണക്കെട്ട്, ബക്രാനങ്കൽ, ഗാന്ധിനഗർ, നാഗാർജുന സാഗർ, ദാമോദർ വാലി. ഒന്നുകൂടെ പറയാം. റെയിൻ വാട്ടർ ഓർ റിവർ വാട്ടർ stored in the dams. Then we make electricity from this water. Electricity made from hydro power is known as hydroelectricity or hydel electricity. 1/4 of the total electricity made by this hydro power. Hydro power ഉപയോഗിച്ചാണ് 1/4, അതായത് 100%, 25% ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. നമ്മൾ പറഞ്ഞു മെയിൻ ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ആർ ചൈന, പാരഗ്വേ, നോർവേ ആൻഡ് ബ്രസീൽ. പിന്നെ ഇന്ത്യയിലെ മെയിൻ പവർ സ്റ്റേഷൻസ് ഏതൊക്കെയാ? മെയിൻ ഹൈഡ്രോളിക് പവർ സ്റ്റേഷൻസ് ആർ ബക്രാനങ്കൽ, ഗാന്ധിനഗർ, നാഗാർജുന സാഗർ ആൻഡ് ദാമോദർ വാലി. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ പ്രധാന പവർ സ്റ്റേഷൻസ് ഏതൊക്കെയാ? ഹൈഡ്രോ പവർ സ്റ്റേഷൻസ് ബക്രാനങ്കൽ, ഗാന്ധിനഗർ, നാഗാർജുന സാഗർ, ദാമോദർ വാലി പ്രോജക്ട്സ്. ഗാന്ധി സാഗറാണോ എങ്ങനെ? ഗാന്ധി സാഗറാണോ? ബക്രാനങ്കൽ, ഗാന്ധി സാഗർ, നാഗാർജുന സാഗർ, ദാമോദർ വാലി പ്രോജക്ട്സ്. മിസ് ഗാന്ധിനഗർ മാറിപ്പോയി. ഗാന്ധി സാഗർ, ഗാന്ധിനഗർ മാറിപ്പോയി. ഗാന്ധി സാഗർ, ബക്രാനങ്കൽ, നാഗാർജുന സാഗർ, ദാമോദർ വാലി. ഗാന്ധിനഗർ സ്ഥലമാണ്. These are the main producers or hydraulic power stations in India. ഇന്ത്യയിലെ പ്രധാന പവർ സ്റ്റേഷൻസ് ആണ് ഈ 4 കേട്ടോ. Okay. Next one. Non-conventional sources of energy. Non-conventional sources of energy. എന്താ non-conventional എന്ന് പറഞ്ഞാല്? എന്താ കൺവെൻഷണൽ എന്ന് പറഞ്ഞാല്? എന്താ മക്കളെ കൺവെൻഷണൽ എന്ന് പറഞ്ഞാല്? നോൺ കൺവെൻഷണൽ എന്താ നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞാല്? ഫെയ്ത്ത് പറ. മിസ് കണ്ടുപിടിക്കാത്തത്. കണ്ടുപിടിക്കാത്തതാണോ? ഉണ്ടാക്കാത്തത്. നോൺ കൺവെൻഷണൽ അതായത് പാരമ്പര്യമായി ഉള്ളത് അല്ലേ? എന്താ പറയാ അതിനെന്താ ശരിക്കും മലയാളം പറയാ? പാരമ്പര്യേതരാന്നോ? എന്താ പാരമ്പര്യേതരാന്ന് പറയും മലയാളത്തിൽ. നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ പറയത്? അതിനൊരു മലയാളം വാക്ക് എന്താ മക്കളെ? പാരമ്പര്യേതര. അതായത്
നോട്ട് കൺഫോമിംഗ് ടു കൺവെൻഷൻ അല്ലെങ്കിൽ നോട്ട് കൺഫോമിംഗ് ടു കൺവെൻഷൻ, കസ്റ്റം, ദെൻ ട്രഡീഷൻ ഓർ യൂഷ്വൽ പ്രാക്ടീസ്. അതാണ് അതിന്റെ മലയാളം. പാരമ്പര്യേതര. നോട്ട് കൺഫോമിംഗ് ടു കൺവെൻഷൻ, അതുപോലെ നോട്ട് കൺഫോമിംഗ് ടു കസ്റ്റം, ട്രഡീഷൻ, ദെൻ ഓർ അൺയൂഷ്വൽ പ്രാക്ടീസ്. ഓക്കെ. Then non-conventional source of energy. The increasing use of fossil fuels is leading to its shortage. It is estimated that the present rate of consumption continues, the reserves of these fuels will get exhausted. Moreover, their use also causes environmental pollution. Therefore, there is need for using non-conventional sources such as solar energy, wind energy, tidal energy, which are renewable. അതായത് സോളാർ എനർജി, പിന്നെ അതുപോലെ വിൻഡ് എനർജി, ടൈഡൽ എനർജി, വിച്ച് ആർ റിന്യൂവബിൾ ആണ്. പ്രീവിയസ് ക്ലാസ് വി ഹാവ് ലേൺഡ് അബൌട്ട് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. റിന്യൂവബിൾ മീൻസ് പുനർസ്ഥാപിക്കാൻ പറ്റുന്നത്, അത് വീണ്ടും ഉണ്ടാക്കാൻ പറ്റുന്നത്. നോൺ റിന്യൂവബിൾ മീൻസ് നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ പറ്റാത്തത്. ഓൾറെഡി വി ലേൺഡ് അബൌട്ട് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. ഓക്കെ, പഠിച്ചതല്ലേ റിന്യൂവബിളും നോൺ റിന്യൂവബിളും? യെസ്. അപ്പൊ ഈ ശ്രദ്ധിച്ചു നോക്കാം, നമ്മുടെ സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജി ഇതൊക്കെ റിന്യൂവബിൾ ആണ് അല്ലെ? സോളാർ എനർജി ഏതിൽ നിന്ന് ഉണ്ടാക്കാം? സൺറേസിൽ നിന്ന് അല്ലെ? സൺലൈറ്റിൽ നിന്നാണ് സോളാർ എനർജി ഉണ്ടാക്കുക. അപ്പൊ അത് തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? വീണ്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലെ? യെസ്. അതുപോലെ വിൻഡ് എനർജി കാറ്റിൽ നിന്ന് ഉണ്ടാക്കാം. നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എടുത്തില്ലേ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കറങ്ങുന്നത് അല്ലെ? ആ എനർജി ഉണ്ടാക്കണമെങ്കിൽ കാറ്റുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഏതൊക്കെ? വിൻഡ് എനർജി, സോളാർ എനർജി ഇതൊക്കെ. ഓക്കെ, വായിച്ചു നോക്കിയാട്ടെ ഇന്ന് എടുക്കത്രേ. ആൻസർ കണ്ടുപിടിക്കണം ഇതിന്റെ. Your questions are, your homework is here. First one, what is thermal power? Second one, black gold. Second one, black gold. Black gold. Then third one. Third one. Third one. Hydroelectricity. 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 ഇത് നോട്ടിലേക്ക് എഴുതണം കേട്ടോ, കണ്ടുപിടിച്ച് എഴുതണേ. ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. ഈ മൂന്നെണ്ണത്തിന്റെ ആൻസർ കണ്ടുപിടിച്ച് എഴുതാം, പഠിക്കണേ. ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഈസ് തെർമൽ പവർ, what is black gold, what is hydroelectricity? These questions are important. I will ask these questions in tomorrow, next class I mean Saturday. Okay, then all of you listen. Our Sridev finished the history notebook now. Sridev had a history notebook. Anybody didn't finish the history notebook? Contact Sridev and ask him to send it. മനസ്സിലായോ? Yes, Shreya completed. Shreya also completed. Faith, then Anne Maria. These were they were not completed history notebook. Yesterday night, then Faith contacted me. Miss, I didn't finish my history notebook. Yeah.
മിസ് അത് മാറ്റി എഴുതി മിസ്സേ കംപ്ലീറ്റ് ആയി. Hi. Okay, Anne Maria. Today's morning, Anne Maria came to school. Then she told me, Miss, I don't have history notebook. My memories are already cleared, so I have no history notebook. I told her, then ask Sridev or other things to help her. Okay. അപ്പൊ ചെയ്ത് കഴിഞ്ഞവര് ശ്രീദേവ്, ശ്രേയ ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്. നോട്ടില്ലാത്തവർ അവരോട് ചോദിക്കുക, അയച്ചു വാങ്ങിക്കുക, നോട്ട് കംപ്ലീറ്റ് ചെയ്യാം. മനസ്സിലായല്ലോ? ഇന്നലെ പെയ്ത്ത് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇത്രയും ദിവസം ഞാൻ കറക്റ്റ് നോട്ട് തന്നിട്ട് നിങ്ങൾ എന്താ കംപ്ലീറ്റ് ആക്കാത്തത്? മിസ്സേ ഞാൻ കംപ്ലീറ്റ് ആക്കിയതാ മിസ്സേ, പക്ഷെ തിരിഞ്ഞു പോയതാ. മിസ് ഈ മീറ്റിംഗിൽ ഞാനും ഫെയ്ത്തും ശ്രീദേവല്ലേ ഉള്ളൂ. എവിടെ മീറ്റിംഗില്? ഇവിടെ നടന്നോണ്ടിരിക്കുന്നതിൽ. അതെ, പക്ഷെ ബാക്കിയുള്ളവർ കാണുമല്ലോ, നമ്മുടെ ലിങ്ക് കാണുമ്പോൾ അവർ മനസ്സിലാക്കിക്കോട്ടെ. ഒരു കാര്യം ചെയ്യാൻ ആരെങ്കിലും ചോദിച്ചാൽ നോട്ട് കൊടുക്കാൻ മടിക്കരുത്. നോട്ട് കംപ്ലീറ്റ് കൊടുക്കട്ടോ. ഒന്ന് ആൻമരിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണേ ശ്രീദേവേ. ആൻമരി ചോദിച്ച നോട്ടെല്ലാം സെൻഡ് ചെയ്ത് കൊടുത്തായിരുന്നു ശ്രീദേവി. വന്നപ്പോ ആൻമരിക്ക് she had only politics and geography notes. She told me, Miss, I have no history notebook. Okay. അവളുടെ ഫോണൊക്കെ എന്തോ ഡിലേ, എന്താ പറയാ, സ്റ്റക്ക് ആയി പോയിന്നോ, അതിൽ മെമ്മറി ക്ലിയർ ആയി പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒന്ന് കൊടുക്കാട്ടോ. ഓക്കെ, ബൈ ബൈ, സീ യു. ബൈ ബൈ.